மேடம் எந்த எங்க சுகம் தானே ஐயா சேட்டா சுகம் சேட்டா ஐயா எங்க சேட்டா நல்லா இருக்கியா சேட்டா എന്തിനാ മാം താഴെ വരാതെ ഭക്ഷണം കഴിക്കും ചേട്ടാ എനിക്ക് ரொம்ப ഭയം ആൻഡ് എനിക്ക് ഒരു 2 പെഗ് വേണം പേടിച്ചു പോയി എനിക്കിപ്പോൾ ഉറക്കം വരില്ല എനിക്ക് 2 പെഗ്ഗിന് വേണം എൻ്റെ അടുത്തുണ്ട് 800 rupees ഇന്ത്യൻ മണി സോ ഇത് എത്രയാണ് ഡോണ്ട് വറി എന്ന് അവർ പറഞ്ഞു എനിക്ക് 2 കാർട്ട് ഫുൾ ഓഫ് ഡ്രിങ്ക് ഫുഡ് ചിക്കൻ തന്തൂരി ഗിന്തൂരി അത് ഇത് ഇത് 2 വന്നു സി ഞാൻ എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തു ദാറ്റ് ഈസ് ഹിസ്റ്ററി അത് ആർക്കും അറിയണ്ട പക്ഷെ എനിക്ക് ഭക്ഷണം കിട്ടി എങ്ങനെ കിട്ടി ദിസ് വേ ഐ ഗോട്ട് ഫുഡ് സോ ദർ ഈസ് ഗോഡ് ആൻഡ് ഓഫ് കോഴ്സ് ദർ ഈസ് മലയാളീസ് അല്ലെ ആ മലയാളി അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണവും കഴിക്കില്ല ഐ വുഡ് ഹാവ് ജസ്റ്റ് ബീൻ സ്കേർഡ് ആൻഡ് സോ ഓൾ ദിസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ഇത് എന്തിനാ പറഞ്ഞത് ഞാൻ ഏതോ ഒരു കോമഡിയില് പറയാ വന്നതാ ബട്ട് എനിവേ സോ ദിസ് ഓൾസോ ഹാപ്പൻഡ് ഇൻ മലയാളി എന്തായാലും നമ്മളിപ്പോ സ്മരിക്കുന്നുണ്ട് സ്മരിക്കുന്നുണ്ട് മീൻസ് ഓർക്കുന്നുണ്ടെന്ന് ആ മലയാളി ഇപ്പൊ നന്ദിയോടെ ഓർക്കുന്നുണ്ടെന്ന് അതെ അതെ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതെനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി അതായത് എന്റെ സിനിമകൾ കണ്ടിട്ട് ആൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഞാൻ എപ്പോഴാ പറഞ്ഞത് അങ്ങനെ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആണോ അതായത് എന്റെ സിനിമ കണ്ടിട്ട് ആൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എന്റെ സിനിമ കാണില്ലെങ്കിൽ അവർ ചെയ്യില്ലേ ചെയ്യും പിന്നെ അല്ല ചേച്ചി അപ്പൊ പറയാം ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് ഐ റിയലി നോബഡി കെയർസ് അബൌട്ട് ഇറ്റ് ഞാൻ ചോദിക്കാൻ വരുന്ന കാര്യം ഞാൻ ചോദിച്ചോട്ടെ അല്ല മറന്നുപോയി ഞാൻ ചോദിക്കാൻ വന്ന ഇത്രേ ഉള്ളൂ അതായത് ഈ കോടമ്പക്കത്തെ ചെന്നൈയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയെ എപ്പ തൊട്ടാ ഇങ്ങനെ വൈഡനായിട്ട് ചിന്തിച്ചു തുടങ്ങിയത് എപ്പ തൊട്ടാ അങ്ങനെ ഒന്നുമില്ല സി കാലം എന്നെ അങ്ങ് ചെയ്തു പോയി അത്രേ ഉള്ളൂ ഞാൻ ഐ എം സ്റ്റിൽ കോടമ്പാക്കത്തിൽ വളർന്ന ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് കുട്ടി തന്നെയാണ് എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും നമ്മുടെ വളർച്ച യുനോ ഗ്രോത്ത് എന്നെ അങ്ങനെ ആക്കിയത് യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ് ഞാൻ ചെയ്തത് എൻ്റെ സമ്പാദിക്കണം എൻ്റെ കുടുംബത്തിന് ഫുഡ് കൊടുക്കണമെന്ന് എൻ്റെ ബാധ്യത എൻ്റെ എന്ത് പറയാ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ ഇത് ചെയ്തതാണ് ഇപ്പൊ അതിനെ വെച്ച് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്തിനാ മലയാളം ഫിലിംസ് എന്തിനാ ഇതിന് വരുമ്പോ ഹൗ യു റിയലി കാൺട്ട് കീപ് ക്വയറ്റ് ആൻഡ് ലിസൺ സോ വൺസ് ഐ ബസ്റ്റ് ഔട്ട് ലൈക്ക് ദാറ്റ് അപ്പൊ അങ്ങനെ തന്നെ ഐ ജസ്റ്റ് ബസ്റ്റ് ഔട്ട് ഇത് ഒരു വാട്ടി പറഞ്ഞാൽ മതിയല്ലേ ഞാൻ അത് ഒന്ന് പറഞ്ഞ് അപ്പം മുതൽ സ്റ്റോപ്പ് ആയല്ലേ സോ ആക്ച്വലി ഹൂ കെയർസ് അബൌട്ട് ഡസ് സണ്ണി ലിയോൺ കെയർ അബൌട്ട് തനു అంటున్నాను తెలుగులో അവരുടെ ഫിലിം കാണുമ്പോൾ ഇവരിത് ചെയ്യോ ഇല്ലയോ ഇതൊക്കെ സണ്ണി ലിയോൺ ആലോചിക്കോ ഇല്ലല്ലോ വി ഡു അവർ ജോബ് യു ഡു യുവർ വാട്ട് എവർ ജോബ് യു ആർ ഡൂയിങ് എന്നെ കുത്തി പറഞ്ഞല്ലോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലർ വിചാരിക്കും ഇല്ല വി ഡിഡ് അവർ ജോബ് യു പ്ലീസ് കണ്ടിന്യൂ ഡൂയിങ് യുവർ ജോബ് അത് കലക്കി അത് ഈ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ ചേച്ചി ഈ പറഞ്ഞ പോലെ സണ്ണി ലിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ സണ്ണി ലിയോൺ കേരളത്തിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഈ പറഞ്ഞ പോലെ ആൾത്തിരക്കം ഉണ്ടായിരുന്നു ട്രാഫിക്കിന്റെ കാര്യത്തിലൊക്കെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു സണ്ണി ലിയോൺ വന്ന സമയത്ത് ചേച്ചി വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു തിരക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ ചില ഈ പറഞ്ഞ പോലെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അത് അഫക്ട് ചെയ്തത് രണ്ടുപേരും വരുന്നത് ഏതാണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പക്ഷെ ഈ പറയുന്ന പോലെ സണ്ണി ലിയോണ് ഭയങ്കരമായിട്ടൊരു ജനപ്രീതിയും കയ്യടിയും ഈ പറഞ്ഞ ചെറുപ്പക്കാർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുകയും ചേച്ചിക്ക് അത് കിട്ടാതെ പോകുന്നത് അത് അങ്ങനെ ഇല്ലപ്പാ ഇപ്പൊ ഞാൻ ചെയ്തപ്പോ അത്രയ്ക്കും സോഷ്യൽ മീഡിയ ഉണ്ടായില്ല ഞാൻ ആര് എന്നു പോലും അറിയില്ല ഓക്കെ ഇപ്പൊ സണ്ണി ലിയോൺ വന്ന ശേഷം ഈ സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട് സോ അവർ ആര് എവിടെ നിന്ന് വന്നതാ പോൺ ഫിലിംസ് ചെയ്തവര് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട് സോ പീപ്പിൾ നോ വാട്ട് ഷീ ഈസ് ഡൺ സോ ഷീ സെലിബ്രേറ്റഡ് അതിൽ തെറ്റൊന്നുമില്ലല്ലോ ഞാൻ ഉണ്ടായ സമയത്തിൽ ദർ വാസ് നോ സോഷ്യൽ മീഡിയ മൈ ഫിലിംസ് വേർ ദ ഓൺലി എന്റർടൈൻമെന്റ് ഫോർ ദ youth, for the men, for the older men, for everybody. So ഞാനാണ് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു സോ ദാറ്റ് ഈസ് ഡിഫറെന്റ് എറാസ് ഐ റിയലി എനിക്കതിനൊന്നും വിഷമമൊന്നുമില്ല ഇറ്റ്സ് നൈസ് ഷീ ഈസ് ഇൻ ഹർ പീരിയഡ് ആൻഡ് ഐ വാസ് ഇൻ മൈ പീരിയഡ് ഇതിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗാലറിയിൽ ഒന്ന് അപ്രോച്ച്
പറയാറുണ്ടോ, സ്നേഹം പറയാറുണ്ടോ? അതായത് ഇനി സിനിമകൾ ചെയ്യണം, ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ? ഇല്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, അതായത് സിനിമാ നടിമാരൊക്കെ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കൊക്കെ ഇച്ചിരി പേടിയാ ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ. അപ്പൊ യൂഷ്വലി എല്ലാ നടിമാരും പറയുന്നത് പറതിട്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇപ്പൊ മാളിലോട്ടൊക്കെ പോകുന്നത് പറതിട്ടിട്ടാണെന്നാണ്. എങ്ങനെയാ മാം പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ഇത്രയും സെക്യൂരിറ്റി? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്തായെന്ന് വെച്ചാല് ഞാൻ കുക്ക് വിത്ത് കോമാളിന്ന് ഒരു ഷോ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ വിജയ് ടിവിയില്. സോ അവിടെ വെച്ച് ഇപ്പോ എനിക്കൊരു ടോട്ടൽ ഇമേജ് ചേഞ്ച് ആയി. എന്നെ എല്ലാവരും അമ്മാന്ന് വിളിച്ച് അങ്ങനെ തുടങ്ങി. ഇപ്പൊ ഒരു 1 year ആയിട്ട് ഞാൻ എവിടെ പോയാലും മമ്മി ഡയറക്റ്റ് ആയിട്ട്. എനിക്ക് അറിയില്ല ചെക്കനോ ആ കുട്ടി ആരെന്നോ. അത് 10 years ബേബി ഒരു കുട്ടിയാണ്, ഷക്കീല മമ്മീന്നാ. അവളുടെ അമ്മാവും എന്നെ മമ്മീന്ന് വിളിക്കും. ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്നറിയോ? അതായത് എനിക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും, എനിക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് പ്രണയം ഇല്ലാതെ ലവ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രണയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രണയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? പ്രണയ നഷ്ടം എന്ന് വെച്ചാ ലവ് ഫെയിലിയർ. പിന്നെ അതേ ഉള്ളൂ. ഒരു പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ടല്ലേ? പ്രണയങ്ങൾ എന്ന് വരും, അത് അവിടെ ഡ്രോപ്പ് ആയ ശേഷമാ നെക്സ്റ്റ് അല്ലേ? അപ്പോ പിന്നെന്താ അത് പ്രണയം നശിച്ചിട്ടുണ്ടോന്ന് കേട്ടത്? എന്നെ കൊല്ല്. അല്ലടാ, പിന്നെ അതല്ല, അത് എന്താടാ കേൾവി? കൊറേ ആയില്ല, അതുകൊണ്ട് നെക്സ്റ്റ് പ്രണയം, അതുകൊണ്ട് നെക്സ്റ്റ് ഹാബിറ്റ് അല്ല, വേണല്ലേ? യു ഷുഡ് ബി ലവ്ഡ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രണയം കിട്ടാനാണല്ലോ. ഇപ്പൊ പ്രണയം ഉണ്ടോ? ഒരെണ്ണുണ്ട്. എപ്പോഴും ഞാൻ ഇതില് ശേഷം സെക്കൻഡ് എപ്പോഴും ഞാൻ ഇപ്പൊ ആര് ലവ് ചെയ്താലും ഞാൻ വെരി ലോയൽ. ഞാൻ നെക്സ്റ്റ് ആര് എത്ര ഹാൻസം ആയി വന്നാലും ഞാൻ കാണുന്നു. ഓൺലി മൈ ഫോക്കസ് മൈ ബോയ് ഫ്രണ്ട്. ആ ഒരു പോയ ശേഷം നെക്സ്റ്റ് ഇത് ഓക്കെ ലൈനിൽ വെച്ചിരിക്കും. എന്നെ പിന്നെ അതായത് മുന്നത്തെ എക്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേച്ചിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഐ മീൻ സൂപ്പർ ബന്ധമാണ് എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അവരുടെ വൈഫ് എല്ലാം വീട്ടില് വരും. ഇപ്പൊ ഒരു ലാസ്റ്റ് സൺഡേ എന്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് വൈഫിന്റെ ബർത്ത്ഡേ ഞാനാണ് അറേഞ്ച് ചെയ്തത്. ബിരിയാണി എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ ഫംഗ്ഷനിൽ ഞാൻ പോയി. പിന്നെ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് അമ്മായും അച്ഛനും വന്നു. പിന്നെ അവർ ഞാൻ പോയി എങ്ങനെയുണ്ട് സുഖം തന്നെയല്ല ചോദിച്ചു. കോഫി കുടിക്കാന്നു ഇവളെന്നെ. അപ്പൊ നിങ്ങൾ തന്നെ ഇട്ട് താക്കാന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ പോയി, ഇന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോഫി ഇടീന്ന്. അപ്പൊ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഇതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. അതെ, അവരുടെ പിള്ളേര് ചേച്ചിന് മമ്മീന്നല്ല, പെമ്മി. പെരിയമ്മ. ഓ, വല്യമ്മാന്ന്. വല്യമ്മാന്ന് വിളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരെയാ വിളിക്കുന്നത്. അല്ല, അങ്ങനെ അവർ ചെറിയ കുട്ടി. അവളുടെ അമ്മ എനിക്ക് അന്യത്തി, ഞാൻ അന്യത്തിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെമ്മി എന്ന് വിളിക്കും.